ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഒരു വീടിരിക്കലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വിദ്യയുടെ. ഞാൻ ഡ്യൂട്ടിയിലാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ടേ 12 മണി വരെയാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. പക്ഷെ 1 മണിക്കൂർ മുന്നേ ഞാൻ ഇറങ്ങി. കാരണം വിദ്യയുടെ വീട്ടിലേക്ക് എത്തണമല്ലോ, അത്യാവശ്യം ദൂരമുണ്ട്. അവളുടെ വീട് വരട്ടിപ്പള്ളി ഭാഗത്താണ്. വരട്ടിപ്പള്ളി എന്ന് പറയുന്നത് കുമ്പിടി മണ്ണിയമ്പെരുമ്പലത്തുനിന്ന് പോകണം. പിന്നെ എനിക്ക് അവളെ വീട്ടിലേക്കുള്ള വഴി അറിയാം, പക്ഷേ വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമുള്ള സ്ഥലത്തല്ല ഇപ്പോൾ വീട് വെച്ചിരിക്കണത്. പാലുകാച്ചിലൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിരിക്കലായിട്ട് ഒരു ദിവസം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് സൺഡേ തന്നെ നോക്കി, കാരണം അന്നാവുമ്പോൾ എല്ലാവർക്കും കൂടാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇനി ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പട്ടാമ്പി പോയി. പട്ടാമ്പിയിൽ ഏതാ കട ഒന്നും ഞാൻ നോക്കിയില്ല, കാരണം സൺഡേ ആയതുകൊണ്ടേ ഒരുവിധം കടകളൊക്കെ അവധിയായിരുന്നു. അപ്പോൾ ഈ ഒരു കട കുഴപ്പമില്ലാന്ന് തോന്നി. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യം എൻ്റെ മനസ്സിൽ ക്ലോക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു ജ്യൂസ് ഗ്ലാസ് സെറ്റാണ് വാങ്ങിയത്. അധികം റേറ്റൊന്നുമില്ല, കുഴപ്പമില്ലാത്ത സാധാരണക്കാർക്ക് പറ്റിയ റേറ്റാണ്. അപ്പോൾ അത് ആ ചേച്ചിയോട് പറഞ്ഞിട്ട് അത് ഗിഫ്റ്റാക്കി തന്നു. അത് കവർ ചെയ്ത് തന്നു. അങ്ങനെ എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കുമ്പിടി എത്തുക എന്നുള്ളതാണ്. ഒരു 12:30 ആകുമ്പോഴാണ് ഞാൻ അവളെ വീട്ടിലെത്തിയത്. നല്ല വെയിലുമാണ്. വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയേക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ തുടങ്ങിയല്ലോ, അപ്പം ഒന്ന് കംപ്ലീറ്റ് ആക്കുക. ഒരുപാട് പേർക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും വീടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞ് ഞങ്ങൾ കൂടെ വർക്ക് ചെയ്തവരട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. വീടെത്തി. അത്യാവശ്യം ഫാമിലീസും റിലേറ്റീവ്സും അയൽവാസി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവരെ കിച്ചണായിരുന്നു കേട്ടോ. ഓപ്പൺ കിച്ചണായിരുന്നു. അതേപോലെ അവരെ സ്റ്റെയർകേഴ്സും അതും നല്ല അടിപൊളിയായിരുന്നു. വിദ്യനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഞങ്ങൾ 1.5 വർഷം മോഡേൺ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിദ്യ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ 1-2 ആൾക്കാരോടെ പറഞ്ഞിട്ടുള്ളൂ, കാരണം ചെറിയൊരു ഫങ്ഷനായിരുന്നു. വിദ്യയുടെ അമ്മയുടെ വീട് കൂറ്റനാടാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീടും കൂറ്റനാടാണല്ലോ. അപ്പോൾ അവളെ അമ്മയുടെ ആൾക്കാരൊക്കെ എനിക്കറിയാം. എൻഗേജ്മെൻറ്റിന് പോയില്ല, തലേ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ കുടുംബക്കാരൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അതേപോലെ അമ്മമ്മ മരിച്ചിട്ടും പോയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. വിദ്യ ഭയങ്കര ബിസിയായിരുന്നു, കാരണം വേറെ അവൾ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അവളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുമ്പിടി നീതി ലാബിലാണ് കേട്ടോ. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിനോട് അറ്റാച്ച്ഡ് ആയ കാരണം ബാങ്കിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വെള്ളം കലക്കാൻ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ട്രോളിനുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു പന്തലൊക്കെ ഇട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. 1:30 ആകുമ്പോഴത്തേന് ഇവിടുത്തെ പരിപാടി തീർത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. കാരണം രാവിലെ തന്നെ സെഫി ലുവാൻ്റെ ഫോട്ടോ ഇട്ട് തന്നപ്പോൾ കുട്ടീനെ കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ. ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് പറയുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കച്ചമ്പറും അച്ചാറൊക്കെ ഉണ്ട്. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവളുടെ വീട്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വലിയ സന്തോഷം ചെറിയ വ്ളോഗുമായി ഇന്നത്തെ എൻ്റെ വിശേഷം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതേപോലത്തെ നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.